അല്ലേ? ശരിയല്ലേ? ചൈനയിൽ പോകുമ്പോഴത്തേക്കിനും ഞാൻ അവിടുത്തെ ആളുകളിൽ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, അവർ ബേസിക്കലി രാവിലെ ഒരു 9 മണി മുതൽ വൈകിട്ട് ഒരു 5 മണി 6 മണി വരെ കൃത്യമായിട്ട് എല്ലാവരും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ജോലി ചെയ്യുന്നവരാണ് ജോലി ചെയ്യും, ബിസിനസ് ചെയ്യുന്നവരാണ് ബിസിനസ് ചെയ്യും. അവർക്കൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടാവും. അപ്പോൾ ഈ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് അവർ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. പണിയെടുക്കുമ്പോൾ കൃത്യമായിട്ട് പണിയെടുക്കും, ഹാർഡ് വർക്ക് ചെയ്യും. അല്ലാതെ പണിയെടുക്കുന്ന സമയത്ത് വേറെ കാര്യങ്ങൾ ചെയ്യില്ല. അവർ പണിയെടുക്കുന്ന സമയത്ത് പണിയെടുക്കുക തന്നെ ചെയ്യും. എന്നിട്ട് വൈകിട്ടാകുമ്പോഴത്തേക്കിനും ഇവരെല്ലാവരും കൂടി എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാറിലോ, ബാറെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത പോലെ നമ്മൾ കള്ളു പിടിച്ച് പാമ്പാൻ വേണ്ടി പോകുന്ന ബാറല്ല, അവർ ഗ്യാദർ ചെയ്യും, ഒരുമിച്ച് ഫുഡ് കഴിക്കും, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ബിയർ കഴിക്കും. അത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അതിനകത്ത് മുതലാളിയും ഉണ്ടാവും, തൊഴിലാളിയും ഉണ്ടാവും, ഡ്രൈവറും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അവിടെ അങ്ങനത്തെ ഒരു ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു വേർതിരിവോ മറ്റ് സംഭവങ്ങളോ അങ്ങ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഒരു സംസാരിച്ച് അത് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും 3-4 മണിക്കൂറൊക്കെ ആയിരിക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിംഗ് നമ്മളെ ഒത്തിരിയധികം സഹായിക്കും. നമുക്ക് അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മൾ രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് വീട്ടിൽ പോകും, രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് വീട്ടിൽ പോകും, ഇടയ്ക്ക് വല്ലപ്പോഴും എവിടെയെങ്കിലും ആരുടെയും കൂടെ പോകാൻ, അങ്ങനെയാണ് മെജോറിറ്റി ഓഫ് ആളുകളും ചെയ്യുന്നതെന്നാണ്